അടുത്ത സർക്കാർ ആരുടേതെന്ന് ഉറ്റുനോക്കുകയായിരുന്നു കേരളം. കേരളം ആര് ഭരിക്കുമെന്നുള്ള ചോദ്യത്തിന് വിരാമമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. ആഞ്ഞടിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ അധികാരമാറ്റമുണ്ടാകുമെന്നുള്ള UDFന്റെ ഉറച്ച വിശ്വാസം അവരെ വിജയിപ്പിച്ചു. ചരിത്രപരമായ ഭരണത്തുടർച്ചയെന്ന പ്രതീക്ഷയിലായിരുന്നു LDF. പക്ഷേ എല്ലാ പ്രതീക്ഷകളും മറികടന്നുകൊണ്ട് UDF വിജയിച്ചു. BJPയും ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. UDF വൻ മുന്നേറ്റത്തോടെ 102 സീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. അതേസമയം LDF 35 സീറ്റുകളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. NDAക്ക് ഇത്തവണ ലഭിച്ചത് 3 സീറ്റുകൾ മാത്രമാണ്. പിണറായി വിജയൻ 11,000-ന് മേലെ വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. VD സതീശൻ 13,000-ന് മേലെ വോട്ടിന് മുന്നിൽ വിജയിച്ച് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു. രാജീവ് ചന്ദ്രശേഖർ 3,500 വോട്ടുകൾക്ക് വിജയിച്ചു. രമേശ് ചെന്നിത്തല 23,000-ന് മേലെ വോട്ടുകൾക്ക് വിജയിച്ച് തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. ഈ ഫലങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നാണ്. ചർച്ചകൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പേരുകൾ ഉയർന്നു വരുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, കേരളം പുതിയ ഭരണത്തിലേക്ക് കടക്കുകയാണ്. ആ മാറ്റം അവർ വോട്ടിലൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞു.